കൊലപാതകത്തിൽ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുകയാണ് പോലീസ്. 5 ദിവസത്തേക്കാണ് പ്രതി വൈശാഖിനെ കസ്റ്റഡി ചോദിച്ചിരിക്കുന്നത്. നാളെ കോടതി അപേക്ഷ പരിഗണിക്കും. സിനോജ് തോമസ് ആണ് ചേരുന്നത്. സിനോജ്, ക്രൂരമായ കൊലപാതകമാണ് നടന്നത്. അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ നമ്മെ ഞെട്ടിച്ചതാണ്. ഇതിലിപ്പോൾ കൂടുതൽ തെളിവെടുപ്പും അന്വേഷണവും ഒക്കെ നടത്തുന്നതിന്റെ ഭാഗമായാണ് പ്രതിയെ കസ്റ്റഡി വാങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? കോടതി നടപടികൾ എന്തായിരുന്നു? വിനീത, പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ നാളെ കൊയിലാണ്ടി കോടതി പരിഗണിക്കും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം വൈശാഖനെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് 35 വയസ്സുള്ള വൈശാഖൻ 26 വയസ്സുള്ള കാമുകിയെ വിളിച്ചു വരുത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ അവിടെ വെച്ച് ചതിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. വൈശാഖന്റെ തന്നെ സ്വന്തം പേരിലുള്ള മോരിക്കരയിലെ ഇൻഡസ്ട്രിയിൽ വെച്ചാണ് ഈ കൊലപാതകം നടത്തുന്നത്. തൂങ്ങി മരിക്കാൻ വേണ്ടി കയറിൽ കുരുക്കിടുന്നു. ആ സമയത്ത് വൈശാഖൻ തന്ത്രപൂർവ്വം ഈ യുവതി കയറി നിന്ന് സ്റ്റൂൾ തട്ടി മാറ്റുന്നു. അങ്ങനെ കൊലപാതകം നടത്തുന്നു. കൊലപാതകം നടത്തുക മാത്രമല്ല, അത് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് വിശദമായി വൈശാഖനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം വൈശാഖൻ ഈ സംഭവത്തിന് ശേഷം അവശനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ പോലീസിന് സാധിച്ചിരുന്നില്ല. അറസ്റ്റ് ചെയ്ത് റിമാൻഡിലേക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ 5 ദിവസത്തേക്ക് തന്നെ വേണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥലത്തെത്തിച്ച് തെളിവ് ഉൾപ്പെടെ പോലീസിന് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 5 ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിനീത, ശരി, ഏതായാലും ഇക്കാര്യത്തിൽ നാളെ കോടതി അപേക്ഷ പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. സിനോജ് തോമസ് വിശദാംശങ്ങൾ നൽകിയായിരുന്നു.